തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന സ്ഥലമാണ് കിഴക്കമ്പലവും കുന്നത്തുനാടുമൊക്കെ. എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും വലിയ തരത്തിൽ ചർച്ചയാവുന്നത് 2020യുടെ കൂടുമാറ്റമാണ്. അരാഷ്ട്രീയം ചിന്തിച്ച് ആ അരാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്തവരായിരുന്നു 2020ക്ക് ഒപ്പം ഉണ്ടായിരുന്നവർ. രാഷ്ട്രീയത്തിനപ്പുറം ഒരു പുതിയ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കിഴക്കമ്പലം കേന്ദ്രീകരിച്ച് 2020 രൂപം കൊണ്ടത്. ഇന്ന് ആ 2020ക്ക് മാറ്റം വന്നിരിക്കുന്നു. BJPയോട് ഒപ്പം ചേർന്ന് NDAയുടെ ഘടകകക്ഷിയായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയം ആണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുവാൻ പോകുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവിടെ നടന്ന രാഷ്ട്രീയം പല സ്ഥലങ്ങളിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 2020ക്ക് ഒപ്പമായിരുന്നു ജനവിധി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറി മാറി ചിന്തിച്ചു. അതായത് LDFനും UDFനും അനുകൂലമായി. കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ്. സംഭരണ മണ്ഡലമായി രൂപം കൊണ്ടതിന് ശേഷം 2 പ്രാവശ്യവും അവിടുത്തെ നിയമസഭാ സാമാജികനായത് സജീന്ദ്രനാണ്. സജീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. എന്നാൽ അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയിലൂടെ ശ്രീനിജൻ പരാജയപ്പെടുത്തി. കേവലം 2000-ലധികം വോട്ടുകൾക്കാണ്. ആ അട്ടിമറി കോൺഗ്രസിന് പോലും ഞെട്ടലുണ്ടാക്കി. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായത് 2020 പിടിച്ച വോട്ടുകളാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 2ാം സ്ഥാനത്തായിരുന്നു 2020. 1ാം സ്ഥാനത്ത് UDFും. അതായത് UDFിനൊപ്പം നിൽക്കുവാൻ 2020ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VP സജീന്ദ്രൻ്റെ പരാജയത്തിന് വഴിയൊരുക്കിയതും 2020 പിടിച്ച 42,000-ലധികം വോട്ടുകളാണ്. അപ്പോൾ 2020ക്ക് വലിയ തരത്തിൽ രാഷ്ട്രീയപരമായി ജയപരാജയങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കഴിവ് കുന്നത്തുനാട്ടിലുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അരാഷ്ട്രീയവാദം പറയുന്ന 2020ക്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കൂടുമാറിയിരിക്കുന്നു. അവരുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. അവരുടെ ചിന്തകൾ മാറിയിരിക്കുന്നു. BJPക്കൊപ്പം നിന്നാൽ ഇവിടെ നിന്നും ഒരു MLA സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് 2020 അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് സാബു ജേക്കബ് വലിയ തരത്തിലുള്ള ഒരു നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് എത്ര കണ്ട് 2020ക്കൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ നേരത്തെ ഒപ്പം നിന്നവർ ഏറ്റെടുക്കും എന്നുള്ളതാണ് വലിയ ചർച്ചയായി മാറപ്പെടുന്നത്. കിഴക്കമ്പലത്ത് 2020 രൂപപ്പെടുമ്പോഴേക്കും അവർക്ക് അവരുടേതായ ഒരു സംസ്കാരവും രാഷ്ട്രീയവും പടുത്തുയർത്തണം എന്ന ലക്ഷ്യമുണ്ടായിരുന്നു, ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് എത്തുവാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. കിഴക്കമ്പലത്തും അതിനടുത്തുള്ള പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ അവരുടേതായ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ പലതരത്തിലുള്ള സർക്കാരുകളുടെ എതിർപ്പുകൾ കാരണം കൂടുതൽ വേഗത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിൽ തന്നെയും വികസനം മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ 2020ക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർ മാറി ചിന്തിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം മാറാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ആ 2020ക്ക് ഇവിടെ അല്ലെങ്കിൽ കുന്നത്തുനാട്ടിൽ വിജയിക്കുവാൻ കഴിയുമോ? അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പരാജയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ തോൽപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കൊരു ശക്തിയായി ഈ NDAയിലൊപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുന്ന 2020ക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് 2020 കടക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനിടയിലാണ് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സെലിബ്രിറ്റിയെ കൂടി 2020ക്ക് ഒപ്പം ചേർക്കാൻ കഴിഞ്ഞത് അഖിൽ മാരാരെ. ഈ വരവ് 2020ക്ക് എത്ര കണ്ട് ഗുണകരമാകും? അഖിൽ മാരാരെ 2020യുടെ ഏതെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിപ്പിക്കുമോ? ഇതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചില വസ്തുതകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ മത്സരം തീപാറും. പക്ഷേ വിജയം ആർക്കൊപ്പം എന്നുള്ളത് പ്രവചിക്കാൻ കഴിയുകയില്ല.